വിളിച്ചേ? അതേടി, ഞാൻ നിന്നെ പള്ളിക്കുണ്ടോ എന്നും കൂടെ കെട്ടാൻ പോകാ. നീയല്ലേ അതിന് പെണ്ണിനെ വേറെ നോക്കണം അല്ലേ? ഈ വയസ്സുകാലത്തും ആ കെട്ടണ ചോരമുള്ളല്ല. പിന്നെ എന്തിനാ വിളിച്ചേന്ന് പറഞ്ഞാ കൊള്ള. അടപ്പത്ത് വരടുത്ത് ഗോതമ്പടക്കണം, അത് കരിഞ്ഞു പോവും. നീയുള്ള വീട്ടിൽ കരിയാത്ത എന്തേലും കാണോടി? ഉണ്ടല്ല, ഇത് ഞാൻ കുതിര നോക്ക്. എന്തിനാ വിളിച്ചേ? കാശാട്ടി ഇരിപ്പുണ്ടെങ്കിൽ 50 പൈസ ഇങ്ങോട്ടാടി, 2-3 ബീഡി വാങ്ങട്ടെ. പിന്നെ എന്തു കാര്യായിപ്പോയി? കയ്യിലിരിക്കണ കാശ് കൊടുത്ത് ബീഡി പകിച്ച് പുകച്ചു കളയാനല്ലേ? എന്റെ അടുത്തൊന്നുമില്ല. എടി പ്ലമേനെ, ഒന്ന് നോക്കടി അപ്പാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അല്ലേ? കേക്കണണ്ടാ? 4 കാശ് കിട്ടുമ്പോ അത് മുഴുവൻ കള്ളിശാപ്പി കൊടുത്തില്ലെങ്കിൽ വല്ലാത്ത എരിച്ചിലല്ലേ? ഇപ്പൊ ബീഡിക്ക് കാശില്ല, ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ കല്ലിൽ കത്തിച്ച് മൂക്കി കൂടെ വലി. ഞാൻ അടുക്കളോട്ട് ചെല്ലട്ടെ. അടുപ്പത്ത് വേറത് ഗോതമ്പ് അടക്കുണ്ട്. പിള്ളേര് സ്കൂൾ വിട്ട് വരാറായിട്ടുണ്ട്. എന്തേലും കൊടുത്തില്ലെങ്കിൽ എന്നെ പിടിച്ചു മിണങ്ങും. 1 2 9 നീ പെറ്റ സന്താനങ്ങളല്ലേ, നിന്നെ തന്നെ തിന്നണം. തിന്നട്ടെ, പെറ്റ തൊള്ളനെ തന്നെ പിടിച്ച് കീറി തിന്നട്ടെ. അത് കഴിയുമ്പോ തന്തേരും പിടിച്ചോളൂ. എന്റെ ഭർത്താവേ, എന്റെ പെമ്പർനോട്ടിയായി ജനിച്ചു പോയല്ലോ. എന്താണ് ശാക്കപ്പ മാപ്പിളെ നെഞ്ചത്തരച്ച് തമ്പുരാനെ ബൈക്ക് പറയണേ? എന്റെ അലിയാരിക്കേ, ഇപ്പോ കണ്ടേ നന്നായി. ബീഡി ഉണ്ടെങ്കിൽ ഒരെണ്ണം താ. ബീഡിക്കും വന്ന പാറേഷൻ. ഇപ്പോ ദേവസി കാലത്തും വൈകിട്ടും ഓരോ വേവിടലേ ഉള്ളൂ. ഇനി അതും കൂടി നിർത്താൻ പോകാണ്. അതും ശരി, ഇപ്പൊ ബീഡി ഇല്ല. എന്നാ ഈ ബെഞ്ചിലോട്ട് വന്നിരി, നമുക്ക് വല്ല കിസയാട്ടെ പറഞ്ഞിരിക്കാം. കിസയെ പറഞ്ഞ് വെടിയും പൊട്ടിച്ചു പോകാനുള്ള സമയമൊന്നും ഞമ്മക്കില്ല ശാക്കപ്പ മാപ്പിളെ. കടയില് സാമാനം എടുത്തു കൊടുക്കാൻ ആരുമില്ല. നമ്മളൊരു വിവരം അറിയാൻ വിചാരിച്ചു വന്നതാ. പിള്ളാര് സ്കൂള് വിട്ടെത്തിയ അതവിടെ മണി കിട്ടുമ്പോ തൊള്ള ഇവിടെ കേക്ക. എന്താണ് വിശേഷം? കണക്കെഴുത്തും കഴിഞ്ഞ് നമ്മന്റെ പേന നമ്മന്റെ പെട്ടീന്റെ ശേരെ വെച്ച്. പിന്നെ കണക്കെഴുതാൻ നോക്കിയപ്പോ പേന ഇല്ല. വല്ല ചാത്തൻ സേവയിലിരിക്കും. അതെ അതെ, കുട്ടിച്ചാത്തൻ തന്നെ. ശാക്കപ്പ മാപ്പിളയുടെ മോള് ഋഷീത്ത പെട്ടിന്റെ ശേരയിൽ നിൽപ്പുണ്ടാർന്ന്. ഋഷീത്ത നിൽക്കണവരെ പേനയ്ക്കൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പെങ്കോച്ചിക്ക് പോയി, ഒപ്പം പേനയെ പോയെന്ന നമ്മന്റെ സംശയം. അങ്ങനെ അലിയാരിക്കയുടെ പേനയെടുത്ത വിവരമൊന്നും അവളിവിടെ വന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഒരു പക്ഷെ അവക്കടെ തള്ളേനോട് പറഞ്ഞു കാണും. അവരമ്മയും മോളും ഒരു കയ്യ. ഞാനിപ്പോ വിളിച്ചു ചോദിക്കാലാ. പ്ലമേനെ, പ്ലമേനെ. ഓ, എന്താണ് പുളിമായിക്ക്? എടി, അലിയാരിക്കേന്റെ പേന പോയെന്ന്. അതിന് ഇവിടെ വന്ന് ചോദിക്കാനായിട്ട് ഞാനാട്ടെ പേന എടുത്തോട്ടും വന്ന. അതല്ല പ്ലമേനുമ്മ. പിന്നെ എടി, നിന്റെ മോള് ബർഷീത്ത എടുത്തിട്ടുണ്ടോ എന്നൊരു സംശയം, അത്രേ ഉള്ളൂ. പോണുണ്ട് എന്റെ മുമ്പിൽ. എന്റെ മോളെടുത്തെന്നാ? അങ്ങനെ കത്തുകളൊക്കെ മകളെയൊന്നുമല്ല ഞാൻ പെറ്റു വളർത്തണേ. ഞാൻ എപ്പോഴേ പറഞ്ഞില്ല അലിയാരിക്കേ, പേന എങ്ങും പോയിട്ടില്ല. കുട്ടികളല്ലേ, ഇത് തമാശക്ക് ഒന്ന് എടുത്തൊന്ന് വരും. ഈ കണക്കിന് നാളെ എന്റെ കടയ്ക്കകത്ത് ആരെങ്കിലും കട്ടൊന്നും കൊണ്ടുപോയാ ആദ്യം വന്ന് അന്വേഷിച്ചിട്ട് ഇവിടെ ആയിരിക്കുമല്ലോ. അലിയാരിക്ക മാത്രമല്ലായിരിക്കും, പിന്നെ ആരാചാരം കൂടെ വരും. പോലീസ് വണ്ടിയും ഉണ്ടായെന്ന് വരും. മിണ്ടാതിരിക്കണുണ്ടാ? എന്നാലും അലിയാരിക്ക, എന്റെ മോള് ഋഷി തന്റെ പേരെടുത്തോണ്ട് വന്നെന്ന് പറയാൻ നാവ് പൊങ്ങിയില്ല. കടുപ്പം തന്നെ. നമ്മന്റെ ഒരു സംശോണം പ്രമേനുമ്മ. അവള് ആത്തെവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോന്ന് നോക്കി. എത്ര പറഞ്ഞാലും കാണുന്നേ പറയും. തുത്തും തോളും മനസ്സിലാക്കാത്ത ജോനാപ്പിള ഞാനിപ്പോ കൊണ്ടുവന്ന് കാണിച്ചു തരാല. നോക്ക്, 19 പേനയുടെ നാക്കും മൂക്കും തൊണ്ടയും അടുപ്പും ഒക്കെ ഇതിലുണ്ട്. തന്റെ മണികെട്ടിയ പേനയുടെ എന്തേലും ഉണ്ടോന്ന് നോക്ക്. ഇതിനകത്തില്ല. എന്നാ അവളെടുത്തിട്ടില്ല. എന്തേലും കൊടുത്താ അവള് ഈ പെട്ടി
കൊണ്ടുവന്നിടും. അല്ലേടി പ്രമേനെ, നമ്മുടെ മോള് 6ാം ക്ലാസ്സിലല്ലേ പഠിക്കണേ. ഇത്രയും പേനയുടെ എനപരിധിയൊക്കെ അവക്കെങ്ങനെ കിട്ടി? ഒരു പേന കമ്പനിയിലും കൂടി ഇത്രയും സാധനങ്ങൾ കാണൂലല്ലോ. ഓ, അപ്പന്റെ കണ്ണ് ഇപ്പോഴേ തുറന്നുള്ളൂന്ന് തോന്നണ്. ഒരു രൂപ മുടിക്ക് എന്റെ മോക്ക് ഇന്നേ വരെ ഒരു പേന വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? പോട്ടെ, ഒരു റിബൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? അതും പോട്ടെ, ഒരു കൺമശി കൂടെ മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? അതൊക്കെ അവൾ എവിടെന്നെങ്കിലും ഒപ്പിക്കൂന്ന് എനിക്കറിയാൻ പാടില്ലേ? ആ, അറിയായിരുന്നു അല്ലേ? ആ വിചാരം ഉള്ളത് കൊണ്ടാ ഇപ്പോ അലിയാരിക്ക് ആ പാവ കൊച്ചിനെ കുറ്റം പറഞ്ഞോണ്ട് വന്നിരിക്കണേ. എന്തായാലും അവള് വരുമ്പോ ഒന്ന് ചോദിച്ചു നോക്ക്. അതൊന്നും ചോദിക്കണ്ട. ഒരു കുഞ്ഞിന്റെ വസ്തു ഇതുവരെ അവൾ എടുത്തിട്ടില്ല. മലർന്നു കിടക്കണ പ്ലാവല കമഴ്ത്തിടാത്തവളാ എന്റെ മോള്. അലിയാരിക്ക അമ്മയുടെ സ്വഭാവം ആ പറഞ്ഞത് തന്നെ. എന്റെ മോളായതുകൊണ്ട് വലുപ്പം പറയണതല്ല. ദാ കേട്ടോ അലിയാരിക്ക, ഈ മനുഷ്യൻ കുടിച്ചിലക്കില്ലാണ്ട് അവിടെയും ഇവിടെയും കാശ് കൊടുത്തു വയ്ക്കും. എന്റെ മോള് ഉറശി ആരും അറിയാണ്ട് അതിന് 10-15 പൈസ ലേവും. ലേവോ? ആ, ലേവും. അതായത് ചിമട്ടും. അരക്കണേക്കാൾ മുമ്പരക്കല്ലേ ഞാൻ പറയട്ടെ. പിന്നീട് എനിക്ക് കാശിന് ബുദ്ധിമുട്ടാവും വരുമ്പോ അത് അവള് എടുത്തോണ്ട് വന്ന് ഇന്ന് അമ്മേ എന്റെ കയ്യിലുണ്ടമ്മേന്ന് പറഞ്ഞ് എനിക്ക് തരും. അത്രയും മര്യാദക്കാരിയാ. അപ്പൊ എന്റെ കാശ് കൊറേ എന്റെ കയ്യിൽ കാണുമല്ലോ. പിന്നെ ഞാനതൊക്കെ സ്വർണ്ണ കുടിക്കാതിട്ടിരിക്കല്ലേ. അപ്പന്റെ ആണെങ്കിലും കട്ടെടുക്കണ കളവല്ലേ പ്രമേനുമ്മ. ഇത് നല്ല മകന്. അപ്പന്റെ മുതല് മക്കള് കട്ടാതെ കളവാണെന്ന്. ആർക്കും മോഷണം മോശം തന്നെ. സ്കൂള് വിട്ട് അവള് വരുന്നുണ്ട്, ചോദിക്ക്. പിന്നെ കാര്യമൊക്കെ ശരി. ആവശ്യമില്ലാത്ത ഗൂഢൊന്നും ചോദ്യങ്ങളൊന്നും ചോദിച്ച് എന്റെ മോളെ വ്യസനം കേട്ടെടുത്തിട്ടാ. തലമുടിയും വെട്ടി പനിയും മാറി അതൊന്നും നന്നായി വരുന്നേ ഉള്ളൂ. ഇങ്ങള് തന്നെ ചോദിച്ചോ പ്രമേനുമ്മ? ഞമ്മള് മിണ്ടത്തില്ല. കണ്ട നമ്മളുടെ തലവട്ടം കണ്ടപ്പോ പെങ്കോച്ചയ്ക്ക് മാറണ മാറ്റം കണ്ട. ഞാനിപ്പോ വിളിച്ചു ചോദിക്കാല. എടാ ഋഷി, നീ എന്താണ് അവിടെ ഇരുമ വെള്ളത്തിൽ കിടന്ന് വരങ്ങണ പോലെ വരങ്ങണേ? ഇങ്ങോട്ട് വന്നേ. മോളെ, നീ അലിയാരിക്കയുടെ പേനെടുത്താ? പേനെ എന്തിനാ? നീ പേരെടുത്തൊന്നും പറഞ്ഞ അലിയാരിക്ക കേസ് കൊണ്ട് വന്നേക്കണ്. എനിക്കെന്തിനാ അയാളുടെ പേന? എനിക്ക് വേറെ പേന ഉണ്ടല്ലോ. ആ, എന്റെ മോക്ക് വേറെ പേനയുണ്ട്. ഒരു തമാശക്ക് വേണ്ടി അലിയാരിക്കേന്റെ പേന മോൾ എടുത്താ? സത്യമായിട്ടും ഞാൻ എടുത്തിട്ടില്ല. ആ, അങ്ങനെ കണ്ടോണം മോട്ടിച്ച് നടക്കണ കപ്പക്കാരിയൊന്നുമല്ല എന്റെ മോള്. എന്റെ സ്വഭാവത്തിന് തനി പകർപ്പാ ഇവള്. അതുകൊണ്ട് അലിയാരിക്ക് ഇത്രയും തറപ്പിച്ച് പറയണേ. എടി, നീ പേന എടുത്താ? നിന്നോടാണ് ചോദിച്ചേ, പേന എടുത്താന്ന്. കേട്ടില്ല. അമ്മേനെ കണ്ണീന്ന് വിളിക്കണം. എന്റെ വ്യത്യാസമാ മാതാവി. എന്റെ മോളെ വ്യസനപ്പെടുത്തി. അവൾ എന്ത് വിളിച്ചാലും അവൾക്ക് ഇത്ര വിഷമുണ്ടാവൂല. പക്ഷെ അവളെ കണ്ണീന്ന് വിളിച്ചാൽ സഹിക്കൂല. എന്റെ മോളെ മിണ്ടാടി. മോള് തക്കൂലും നമ്മൾക്കറിയാ. പേന എടുത്താന്ന് ചോദിച്ചപ്പോഴേക്കും പെണ്ണിന്റെ വലിയ വായിലെ നിലവിളി കേട്ടില്ലേ? മിണ്ടാണ്ടിരിക്കടി. ഞാൻ ആർക്കടെയും പേന എടുത്തിട്ടില്ല. എന്റെ അമ്മയാണേ സത്യം. എന്റെ പൊന്നു മോളെ, അമ്മേനെ പിടിച്ച് സത്യം ചെയ്യല്ലേ. ഇന്ന് ഇവക്കിട്ട് 4 കൊടുത്തിട്ട് കാര്യമുള്ളു. എവിടെയാണ് ആ ചൂരല്? ഓ, ഒരു ശിക്ഷിക്കലുകാരി വന്നേക്കണ്. ഇവളെടുത്തില്ലെന്ന് പറഞ്ഞില്ലേ? എന്നാ ഇനിയൊന്നും പറയണ്ട ശാക്കപ്പ മാപ്പിളെ. പെങ്കോച്ചയ്ക്ക് പേന എടുത്തില്ലെന്നല്ലേ പറയണേ. അതങ്ങോട്ട് പോട്ടെ. പഠിച്ചോ നേരുകാരനാണെങ്കി നമ്മന്റെ പേന നമ്മന്റെ കൈ കൊണ്ടുവന്ന് തരും. വാ, നമുക്ക് പുറത്തോട്ടിറങ്ങി ഒരു ചെറു ബീഡി വലിച്ചിട്ട് വരാം. ഇനി എങ്ങാനും പേന നിന്റെ കൈ കണ്ടെന്നറിഞ്ഞ നിന്റെ പുറന്തലി ഞാൻ പൊളിക്കും, പറഞ്ഞേക്ക. ഓ, ഒരു കൊച്ചന്വേഷിക്കാൻ വന്നേക്കണ്. ഇയാൾക്കടെ പേന കിട്ടിയിട്ട് വേണ്ടേ ഇവിടെ കഴിയാൻ? ഒന്ന് പോട മാപ്പിളെ. കള്ളം മാപ്പിള നോളയം പറഞ്ഞോണ്ട് വന്നത്. ഈ അമ്മയുടെ അടുത്തല്ലേ, കൊറേ നടക്കും. മോളെ, നീ വെഞ്ചാരമൊക്കെ ഒന്ന് മാറ്റിയിട്ട് അടുക്കളയിലോട്ട് ചെല്ലേ.
ഗോതമ്പ് വരകത്തെ കിടക്കണം. ഞാൻ ആ ലൂബീസ് ചേട്ടന്റെ കടയിൽ ചെന്ന് 10 രൂപ കാശ് ചോദിക്കട്ടെ. എന്തിനാണ് അമ്മേ കാശ്? സൗജന്യ റേഷൻ വാങ്ങാനാണോ? അതമ്മേ മേടിച്ചു തിന്നേടി. കൊട മേടിച്ചോടത് കൊടുക്കണ്ടേ? 10 രൂപയും കൂടി ഇനി ആ പിണ്ണാക്ക് മോളന് കൊടുക്കണം. അമ്മേ, കുറച്ച് കാശ് എന്റെ കയ്യിൽ തടഞ്ഞിട്ടുണ്ട്. 5ന്റെ ഒരു നോട്ട്. എവിടെ നിന്ന് കിട്ടി മോളെ? എന്റെ അടുത്തിരുന്ന കുട്ടിയുടെ പെൻസിൽ ബോക്സിൽ ഇരുന്നതാ. അയ്യോ മോളെ, ആരെങ്കിലും അറിഞ്ഞാ? ആരും അറിഞ്ഞിട്ടില്ല. മോള് കട്ടെടുത്തതല്ലല്ലോ. ഹേയ്, കാണാണ്ടെടുത്തതാ. എന്നെ മോളെ, കക്കണ പാവമാണ്. ഒരേ തമ്പുരാന് കോപം വരും. ചെല്ല്, വിശന്ന് പൊരിഞ്ഞു വരണല്ലേ. അടുക്കളയിൽ ചെന്ന് എന്തേലും കഴി. നീ നേരത്തെ എത്തിയ അമ്മ വിശേഷം അറിഞ്ഞ? എന്ത് വിശേഷം? ഇവക്കടെ അടുത്തുള്ള കുട്ടിയുടെ 5 രൂപ കണ്ടില്ല. അടുത്തിരിക്കുന്ന കുട്ടിയുടെ പിന്നെ എന്തൊക്കെ കാണണ്ടാവും. അതൊക്കെ ഇവിടെ എടുക്കണേ. ഈ അസമയത്ത് ചക്കൻ നുണ പറഞ്ഞോണ്ട് വന്നതാണമ്മേ. സാറുമാര് പഠിച്ചാണ് 18ഉം കഴിച്ചിട്ടും ഇവളാരെടുത്തൊന്നും പറഞ്ഞില്ല. സാറുമാരെന്തിനാ ഇവളെ വിസ്തരിക്കണേ? അവളെ പെറ്റ തന്തയും തളയും ഉണ്ടല്ലോ. അല്ലേ, ഞാനെന്താ സാറുമാരെ ഒന്ന് കാണട്ടെ. അല്ലേ, അന്തോണീസ് ചെക്കൻ കരഞ്ഞോണ്ട് വരുന്നുണ്ടല്ലോ. ഇന്നാരെങ്കിലും കൂമ്പനിട്ടടിച്ചു കാണും. എന്നാ ഇടിച്ചവന്റെ പക്വാരി അവന്റെ കയ്യിലുണ്ടാകുകയും ചെയ്യും. എന്താ മോനെ അന്തോണീസേ, കണ്ണും തിരുമ്പി നല്ലൊളിക്കണേ. കണ്ണിന് വല്ല കഴന്നലും കുത്തിയാ? ഇല്ല പിന്നെ സാറാട്ടെ നിന്റെ തല്ലിയാ? ഇല്ല പിന്നെ ക്ലാസ്സിലിട്ട് തൂറിയാ? ഇല്ല. എന്താണെന്ന് തുറന്നു പറയണ വിണ്ണപ്പാ. എന്റെ കൂടെ പോയേ. സ്കൂളിൽ വെച്ച ആരാണ്ടും എന്റെ കൂടെ എടുത്തെണ്ണം പോയേ. എന്റെ മാതാവേ, ഞാനെന്താ ഈ കേക്കണേ? 50 രൂപ കൊടുത്ത പുത്തൻ കൊട കാലെന്നാ ആരെടുത്തു കൊണ്ടുപോയടാ? എനിക്കറിയാൻ മേലേ. 50 രൂപ കൊടുത്തു വാങ്ങിയിട്ട് ഒന്ന് പള്ളിയിലും പോയി ഞാനത് ചൂടിപ്പോയിട്ടില്ല. ഇന്ന് നിന്നെ ഞാൻ കൊല്ലും. ഇരട്ടനേക്കാൾ മുമ്പ് കൊട എത്തിച്ചില്ലെങ്കിൽ നിന്നെ കുഴിച്ചു മൂടും. രൂപ 50. ചത്ത വീട്ടിലും കഷ്ടമില്ല. എന്താടി ഇവിടെ? ദേ പുത്തൻ കൊടയും കളഞ്ഞു വന്നിരിക്കണ ഒരുത്തൻ. എനിക്കൊന്നും കേക്കണ്ടപ്പോ. അതു ശരി, ഇത് ഭദ്രകാളിന് പിശാച്ച് പിടിച്ചതുപോലെ ആയല്ലോടി. പുള്ളിയുടെ കൂടെ ആരാണ് എടുത്തതെന്ന് പുള്ള കണ്ടാ? ഇല്ല. എന്താണ് പുള്ളേ കയ്യിലിരിക്കണേ? പേനയല്ലേ? അല്ലോ, ഇത് ഞമ്മന്റെ പേനയല്ല. പുള്ളക്കെടുത്ത് എവിടെ നിന്ന് കിട്ടി? ഈ ചേച്ചി തന്നതാ. എന്നിട്ട് എവിടെ? അമ്മേന്റെ അടുത്ത് കൊടുത്തു. ആഹാ, നീയാണ് എന്റെ മക്കളെ ചീത്തയാക്കണേ. നിന്നെ വേണം ആദ്യം ശരിപ്പെടുത്താൻ. അടിക്കേണ്ട ശാക്കപ്പൻ മാപ്പിളേ, 2 അടി കൊണ്ടൊന്നും നേരെയാകണ കാര്യമല്ല. പ്ലെമേനുമ്മ, ഇങ്ങള് ഈ കുഞ്ഞുമക്കളെ കുറെ കൂടി മര്യാദയ്ക്ക് വളർത്താൻ നോക്കി. ഇവരിങ്ങനെ നുണയും പറഞ്ഞ് മോട്ടിച്ചു നടക്കേണ്ടവരല്ല. ഇങ്ങടെ കൂടെ പോയപ്പോ ഇങ്ങക്ക് വിഷമമുണ്ടായി. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പിള്ളാരും സ്കൂളിൽ ഓരോന്നും കൊണ്ടുവരണേ. അത് കട്ടെടുത്തൊതുക്കണ ശരിയല്ല. ഇനി മേലാക്കാൻ ഞാൻ സൂക്ഷിച്ചോളായിരിക്കാം. മോളെ, പടച്ചോൻ തന്നിരിക്കണ നാവും ബുദ്ധിയും നല്ലത് പറയാനും നല്ലത് ചെയ്യാനുമാണ്. വന്നതൊക്കെ വന്ന്. മോള് ഇനി ആരുടെയും ഒന്നും മോട്ടിക്കരുത്. മോഷണം മഹാപാപമാണ്. പടച്ചോൻ ശിക്ഷിക്കും. ഇനി ഞാൻ ആരുടെയും ഒന്നും കട്ടെടുക്കുകയില്ല. മോളെ, മോള് തന്നെ ഈ രൂപ സാറിന്റെ കൈ കൊണ്ടുപോയി കൊട്. ഒരബദ്ധം പറ്റിയതാന്ന് പറ. ചെല്ല്, നീയും കൂടെ പോടാ. ജോസേ, നീ തന്നെ അവക്കൂടെ പ്രോബ്ലമേനാ. സാറുമാരുടെ മുഖത്ത് നോക്കിയാ ഞാൻ കരഞ്ഞു പോകും. എന്റെ അന്തോണിസിന്റെ അപ്പാ. അയ്യോ, ആ കണ്ണീര് അവിടെ വീഴ്ത്തണ്ട. നീ ഇവിടെ തന്നെ നില്ല്. ഞാൻ ചെന്ന് സാറുമാരോട് വിവരമെല്ലാം പറയാം. അതാണ് അതിന്റെ ശരി. എല്ലാടിക്കും കൂടി ഒരു ജാഥയായി അങ്ങോട്ട് പോകാം. നടക്കൂ പിള്ളാരെ. എന്റെ കൂടെ പോയി. എന്റെ പുണ്യാളച്ച, 50 രൂപ എന്റെ വയറ്റത്തടിച്ച് ഒന്ന് പള്ളിയിൽ പോകാനും കൂടി എനിക്ക് കഴിഞ്ഞില്ലല്ലോ. എന്റെ കൂടെ പോയേ. കൊട പോയെങ്കിൽ പോട്ടെ, എനിക്ക് ഗോതമ്പ് വറുത്തത് തായേ. വാടി, ഞാനിപ്പോ നിനക്ക് മഞ്ചാടിക്കുളി വറുത്ത് തരാല. എന്റെ കൂടെ പോയേ.